സഫലമീ ജീവിതം രാഗലോലം പണ്ടേ ഒരു കഥ പറഞ്ഞിരുന്നു കേട്ടോ. അത് മിക്കവാറും എല്ലാ ആർമി ഫാമിലിയിലും പറഞ്ഞു വന്നിട്ടുള്ള കഥയാവും. കാരണം എന്താ വെച്ചാ ഇത് ഇത്തിരി പ്രസിദ്ധമായിട്ടുള്ള തമാശയാണ് കേട്ടോ. എന്നാ ഇതിപ്പോ എത്രത്തോളം മനസ്സിലാവും എല്ലാവർക്കും ചോദിച്ചാൽ നിശ്ചയില്ല, എന്നാലും പറയാന്ന് മാത്രം. ഈ നോർത്ത് ഇന്ത്യക്കാരെ നമ്മൾ സൗത്ത് ഇന്ത്യക്കാരെ നമ്മൾ എവിടെന്നാന്നുള്ളതൊന്നും അവർക്ക് അറിയണ്ട. നമ്മളതിനെ ഒരു പേരേ വിളിക്കുള്ളൂ, മദ്രാസിന്ന്. ഇവിടെ ഞാൻ ഹോസ്പിറ്റലിൽ അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതെങ്കിലും സിസ്റ്റർമാര് ഫയലിലുള്ളത് ഇതാരാ എഴുതിയെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ സിസ്റ്റർ പറയും വോ എക് സർ ഹൈ നാ മദ്രാസി, വോ സാറിനെ ലിഖാത്ത. പട്ടാളത്തിൽ ഒരു ജവാൻ ഉണ്ടായിരുന്നു കേട്ടോ. അയാൾ തമിഴനായിരുന്നു. ഒരു ദിവസം ഈ ആ ജവാന്റെ സീനിയർ ഓഫീസർ നോർത്ത് ഇന്ത്യക്കാരനായിരുന്നു. മൂപ്പര് വിരുന്നിനെ വിളിച്ചു അത്ര. എന്നിട്ട് ഈ ജവാനും മൂപ്പരുടെ കുടുംബവും എല്ലാവരും കൂടിയിട്ട് അവിടെ പോയി. ഇങ്ങേർക്കാണെങ്കിൽ അത്ര അങ്ങോട്ട് ഹിന്ദി പരിചയമില്ല. അപ്പോ ഭക്ഷണം കഴിക്കാതിരിക്കണ സമയത്ത് ഓഫീസർ എല്ലാരോടും കൂടി പറഞ്ഞു അത്ര, ഖാओ ഖാओ ഖൂബ് ഖാओ, അപ്നാ ഘർ സമജ് കെ ഖാओ, ബിനാ ശരം സെ ഖാओ എന്നൊക്കെ പറഞ്ഞു അത്ര. ഇത് ഹിന്ദി അറിയാത്ത ജവാൻ നോട്ട് ചെയ്ത് വെച്ച് കാണാപ്പാടായിട്ട് പഠിക്കാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാ മൂപ്പരുടെ ഓഫീസറിനെ ക്ഷണിക്കാണ്ടായിരുന്നു മൂപ്പരുടെ വീട്ടിലേക്ക്. അങ്ങനെ നമ്മുടെ ജവാൻ ഓഫീസറിനെ മൂപ്പരുടെ വീട്ടിലേക്കും ക്ഷണിച്ചു. ഓഫീസറുടെ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ജവാന്റെ വീട്ടിലേക്ക് വിരുന്നു പോയി. ആ സമയത്ത് ജവാൻ ഇത് കാണാപ്പാടായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. ജവാന് ഈ ഡയലോഗ് എടുത്ത് പുറത്തേക്ക് ഇട്ടു, ഖാओ ഖാओ खूब खाओ, बाप का घर है, शर्म तो है ही नहीं. മനസ്സിലായവർക്ക് ബൾബ് കത്തിയെന്ന് വിചാരിക്കണു. എന്നാ ശരി, പോയിട്ട് പണിയുണ്ട്.